ഹലോ, ഇന്ന് നല്ലൊരു ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. കക്കയിറച്ചി. പനി പിടിച്ചിരിക്കുന്ന എനിക്ക് കക്കയിറച്ചി കിട്ടിയപ്പോഴുള്ള ആക്രാന്തം കൊണ്ട് ഞാൻ പെട്ടെന്ന് എടുത്ത് തയ്യാറാക്കിയതാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ കക്കയിറച്ചി നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് അതിനുള്ളിൽ അഴുക്കൊക്കെ എടുത്ത് കളയണം. അത് കളയാനായിട്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒരു 4-5 വെള്ളത്തിൽ എന്തായാലും നന്നായിട്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്താൽ മാത്രമേ അതിനകത്ത് ചെറിയ ചെറിയ കല്ല് മണ്ണൊക്കെ ഉണ്ട്, അതൊക്കെ പോയി കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ, കടുക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, തേങ്ങ കൊത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ചെറുതായിട്ട് ഒന്ന് സോട്ട് ചെയ്ത് മാത്രം എടുത്താൽ മതി. അതിനുശേഷം നമുക്ക് അതിനകത്തോട്ട് കക്ക ഇട്ട് കൊടുക്കാം. കക്ക ഞാൻ ക്ലീൻ ചെയ്തിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന കക്കയാണ് അതിനകത്തോട്ട് ഇട്ടേക്കുന്നത്. പിന്നെ പച്ചമുളകും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. പിന്നെ ചെറുതായിട്ട് തേങ്ങയും മുളക് പൊടിയും കുറച്ച് ഉപ്പും എല്ലാം കൂടെ ഒന്ന് ചതച്ച് നമ്മൾ അതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി നന്നായിട്ട് ചേർക്കണം. കുരുമുളക് പൊടിയാണ് അതിന് ഏറ്റവും കൂടുതൽ വേണ്ടത്. കുരുമുളക് പൊടി ചേർത്ത് അതിപ്പം നമ്മൾ നന്നായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു പുളിശ്ശേരിയും കൂടെ പെട്ടെന്ന് ചേർത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഊണ് കഴിച്ച് തുടങ്ങാം. അപ്പോൾ പുളിശ്ശേരി, മെഴുക്ക് വരട്ടി, പപ്പടം, നമ്മുടെ കക്കാത്തോരൻ കൂട്ടി ഒരു ഊണ് കഴിച്ചാൽ അടിപൊളി മോനെ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ബായ്.